ഒരു കാര്യം കൂടി, ഇപ്പം ഈ മുന്നണിയുടെ നേതൃത്വത്തെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്പേസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ കോൺഗ്രസ് മിക്കപ്പോഴും ലീഗിനുള്ള ഒരു അസ്വസ്ഥത പലപ്പോഴും ഈ കോൺഗ്രസിനകത്ത് പലതരം താല്പര്യങ്ങൾ, സംഘർഷങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, ഒരു യൂണിറ്റി പ്രകടമാക്കുന്നില്ല, അതിൻ്റെ ഒരു പവർ അത് പ്രകടമാക്കുന്നില്ല, അത് മുന്നൊരുക്കങ്ങൾ നടത്തുന്നില്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള വിമർശനം പല ഘട്ടത്തിലും ലീഗിനുണ്ടായിട്ടുണ്ട്. ഇത്തവണത്തെ കോൺഗ്രസിൻ്റെ ഒരു പെർഫോമൻസിനെ, അതിൻ്റെ ഒരു ലീഡർഷിപ്പിനെ ലീഗ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ടേം മാറിയപ്പോൾ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലാണ് ഓപ്പോസിഷൻ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ഒരു മുന്നണി നേതൃത്വത്തിലുള്ള മദർ പാർട്ടി നിലയ്ക്ക് പക്കയായി എന്ന ലീഗ് കാണുകയാണ്. കോൺഗ്രസിന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. കോൺഗ്രസിനെ പറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്താ വെച്ചാൽ അതിൻ്റെ നെറ്റ്വർക്കൊക്കെ താഴെക്കുളത്തിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. അതവർ പുനഃസ്ഥാപിച്ചു. കാരണം വാർഡിലൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയും പിന്നെ വാർഡ് കമ്മിറ്റിയും ഇല്ലാതെ പറ്റുമോ? അപ്പോൾ കോൺഗ്രസ് താഴെ തട്ടിൽ വരെ ശക്തിപ്പെട്ടു. മാത്രമല്ല കോൺഗ്രസ് ഒരു ഡിസിപ്ലിൻ ഉണ്ടായി. കോൺഗ്രസ്സിന് നല്ല ഒരു സംഘടന, കേഡർ പാർട്ടിയായി എന്നൊന്നും ഞാൻ പറയില്ല, അത് ജനാധിപത്യ പാർട്ടി തന്നെയാണ്. അത് പ്രസ്താവനകളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. പക്ഷേ കോൺഗ്രസിനകത്ത് ഒരു മിനിമം ആവശ്യമായ ഡിസിപ്ലിൻ വന്നിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറൻസി ആവശ്യമാണല്ലോ. പിന്നെ ചെറുക്കെന്ന് പറഞ്ഞിട്ട് മിണ്ടാനേ പാടില്ല എന്നുള്ള ഇടതുപക്ഷ നയമൊന്നും ആവശ്യമില്ല. കുറച്ചൊക്കെ ട്രാൻസ്പെറൻ്റ് ആവാം, പക്ഷേ ഒരാൾക്കൂട്ടാവരുത്. അങ്ങനെയല്ല കേരളത്തിലെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് പിന്നെ വലിയ അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ് എന്ന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഇപ്പം ഞാൻ വി.ഡി. സതീശനെ കുറിച്ച് പ്രത്യേകം ചോദിക്കാണ്. വി.ഡി. സതീശനാണ് ഇപ്പോൾ ഓപ്പോസിഷൻ ലീഡർ. വി.ഡി. സതീശൻ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയും ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കാം, ജയിച്ചാൽ എല്ലാവരും കൂടി എൻ്റെ ക്രെഡിറ്റ് എടുത്തോളുന്നു. കോൺഗ്രസിൽ കുറേ ലീഡേഴ്സ് ഉണ്ട്, നമുക്കറിയാവുന്ന പോലെ സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാം കൂടി ഒരു ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പറയാമെങ്കിൽ കൂടിയും സതീശൻ്റെ ലീഡർഷിപ്പിനെ എങ്ങനെയാണ് ലീഗ് വിലയിരുത്തുന്നത്? അയാളുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആൻഡ് ഒരു പ്ലാനിങ്ങിനെയൊക്കെ എന്തുമാത്രം നിങ്ങൾ വാല്യൂ അല്ലെങ്കിൽ അസസ് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ്? അല്ല, ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് നല്ലതാണ്. ഏത് എങ്ങനെയായാലും നമുക്കൊരു നിലപാടുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. നിലപാട് എന്ന് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസിൻ്റെ പിന്നെ ലീഡർഷിപ്പിൽ പിന്നെ ഒന്നല്ല, ഞാൻ സതീശനെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതിൻ്റെ ശക്തന്മാരായ നേതാക്കന്മാരുണ്ടാകുന്നത് ഞങ്ങൾക്കും നല്ലതാണ്, മുന്നണിക്കും നല്ലതാണ്, അത് പൊതുസമൂഹത്തിനും അത് നല്ലതാണ്. അപ്പോൾ അച്ചടക്കമുള്ള ഒരു ഗവൺമെൻറ് കൊണ്ടുപോകണമെങ്കിൽ അച്ചടക്കമുള്ള ഒരു പാർട്ടിയും പിന്നെ അതിന് ശക്തരായ നേതാക്കന്മാരും ഉണ്ടാവണ്ടേ. അത് ഒരാൾ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഒന്നിലേറെ ആളായാലും ബുദ്ധിമുട്ടില്ല. അപ്പോൾ കരുണാകരനും ആൻ്റണിയും കേരളത്തിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ശക്തരായ ലീഡേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോഴും കോൺഗ്രസ്സിൽ ശക്തരായ ലീഡേഴ്സ് ഉണ്ട്. കോൺഗ്രസ്സിന് ശക്തരായ ലീഡേഴ്സ് ഉണ്ടാവണം എന്നാണ് ലീഗിൻ്റെ ആഗ്രഹം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സതീശൻ്റെ കാര്യത്തിൽ ഇപ്പം അപ്പുറത്ത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറഞ്ഞ അഗ്രസീവ് ആയിട്ടുള്ള ലീഡറാണ്, പവർഫുൾ ലീഡറാണ്, അറ്റാക്കിംഗ് മോഡ് പലപ്പോഴും എടുക്കുന്ന ആളാണ്. അപ്പോൾ അതിനകത്ത് സതീശനും ഒരു ഫൈറ്റർ ആണ് എന്നൊരു ഫീൽ നിങ്ങളുടെ ഒരു UDF സിമ്പതൈസേഴ്സിന് ആകമാനം കൊടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതുണ്ട്. പുതിയ തലമുറക്ക് പിന്നെ നേതൃത്വം കൊടുക്കാവുന്ന ഒരുപാട് ലീഡേഴ്സ് കോൺഗ്രസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. സതീശൻ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്, അതിലൊന്നും സംശയമില്ല. നോളജ് ലെവല്, അതേപോലെ തന്നെ നിലപാട്, അതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യം, ഇതൊക്കെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അതിനെപ്പറ്റി പ്രശ്നങ്ങളില്ല. പിന്നെ സ്ട്രോങ് ആവണം, പക്ഷേ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള ഇപ്പോൾ ഇടതുമുന്നണി എന്ന് പിന്നെ പെട്ടിരിക്കണ അവർക്ക് ഒരു ട്രാൻസ്പെറൻസിയുടെ കുറവുണ്ട്, അതെല്ലാവരും പറയുന്നുണ്ടല്ലോ. ആ നിലയിലാവും വേണ്ട. അത് ജനാധിപത്യ സംവിധാനത്തിൽ എപ്പോഴും ചർച്ച നല്ലതാണ്. അതിനേറ്റവും ഞങ്ങളെ ഭരണമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നുള്ള സീനിയർ ലീഡേഴ്സൊക്കെ ഒരു കൂടിയാലോചന, 4-5 ആൾ ഇരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി അതെപ്പോഴും നല്ലതാണ്. ഒരാൾക്ക് തോന്നുന്നതല്ലല്ലോ മറ്റേയാൾക്ക് തോന്നുക. അപ്പോൾ ഒരു ചെറിയ പിന്നെ കൺസെൻസസ് കൂടിയാലോചന എന്നുള്ളത് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ വരികൾക്കിടയിലൂടെ ഒന്ന് വായിക്കുകയാണെന്ന് വെച്ചാൽ സതീശൻ വളരെ സ്ട്രോങ് ആയിരിക്കും, തന്നെ കുറച്ച് ഓട്ടോക്രാറ്റിക് സ്വഭാവം കാണിക്കുന്നു, ഈ ഡെമോക്രസിയിൽ ഒരു ലാക്ക് ചെയ്യുന്നതാണോ? അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരാൾ അല്ല അങ്ങനെ പിന്നെ വളരെ സ്ട്രോങ് ആയ സതീശന് ഒരു നിലപാട് എടുക്കുന്നത് നല്ലതാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു മിനിമം ഡിസിപ്ലിന് അത് ഉപകരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്.